യുവനിര വന്നോട്ടെ, പുനഃസംഘടിപ്പിക്കുമ്പോൾ യുവാക്കൾക്കും വരാലോ. ആരാ യുവാക്കളെ മാറ്റിയെന്ന്? യുവാക്കൾ വേണമല്ലോ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ. യുവാക്കളും വേണം, പ്രായമായവരുടെ ഗൈഡ് ലൈനും അവരുടെ സഹകരണവും ഉണ്ടാവണം. അല്ലാതെ എല്ലാവരും ഒറ്റയടിക്ക് അങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും യുവാക്കൾ നേതൃനിരയിലേക്ക് വരണം. അതോടൊപ്പം തന്നെ പഴയ ആളുകളുടെ നേതൃത്വം ഉണ്ടാവണം. രണ്ടും വേണം. ഇപ്പോൾ പ്രായമായെന്ന് ചോദിച്ചാൽ ആരും മാതാപിതാക്കളെ മാറ്റില്ലല്ലോ. പ്രായം എല്ലാവർക്കും വരുമല്ലോ. അപ്പോൾ യുവാക്കളും വരണം, ആരുടെയും വഴി കൊട്ടി അടക്കരുത്. സീനിയേഴ്സിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റും കൊടുക്കണം. അതാണ് പാർട്ടി ഇതുവരെയായിട്ട് അനുവർത്തിച്ചിട്ടുള്ള നയം. അത് ഇന്നും നിലയും തുടങ്ങിയതിന് മുമ്പ് കാലത്തെ ഉണ്ട്. ഇന്നത്തെ പല നേതാക്കന്മാർ യുവാക്കളായിട്ട് വന്നവരാണ്. 1970 തെരഞ്ഞെടുപ്പിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള യുവാക്കൾ അന്ന് നേതൃനിരയിലേക്ക് വന്നു. അതുപോലെ മറ്റേ കഴിവും ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ കഴിവും വേണം, പ്രായം മാത്രം നോക്കിയാൽ പോരാ. പിന്നെ പ്രായം എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കുന്ന? വയസ്സ് നോക്കിയിട്ടല്ല. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെന്നാൽ ചെറുപ്പമാണ്. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലാതിരുന്നാൽ പ്രായമായി. അല്ലാതെ 75 വയസ്സ്, 60 വയസ്സ്, 80 വയസ്സൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല.